എന്തുകൊണ്ടാണ് കേരളത്തിൽ തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നത്? മഴക്കാലം വാഹനം ഓടിക്കുന്നവർക്ക് പ്രതിസന്ധികളുടേതായി മാറുകയാണോ? ഈ അടുത്ത കാലത്ത് കളർകോടും പനയമ്പാടത്തും പൊലിഞ്ഞുപോയത് നാളെയുടെ പ്രതീക്ഷകളായിരുന്ന 10 ജീവനുകളാണ്. ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അപകടം ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവരും കാൽനടക്കാരും ഒരുപോലെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇനിയെങ്കിലും അപകട മരണങ്ങൾ ഉയരാതിരിക്കാൻ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണുകൾ റോഡിൽ തന്നെ ആയിരിക്കണം. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുന്ന ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അതായത് ഫോൺ പോലുള്ളവ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് വഴി വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. ഫോൺ കോളുകൾ വന്നാൽ വാഹനം ഒതുക്കി നിർത്തി മാത്രം സംസാരിക്കുക. സെൽഫോൺ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ സെൽഫോൺ ഉപയോഗിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും വലിയൊരു ട്രാഫിക് നിയമലംഘനമാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം. ഹാൻഡ് ഫ്രീ മോഡലുള്ള ഫോൺ അല്ലെങ്കിൽ ഡയൽ ചെയ്യാനും മറ്റും ഫോൺ നോക്കേണ്ടി വരുന്നത് ഡ്രൈവിംഗിലെ ശ്രദ്ധ തിരിക്കാൻ ഇടയാകുന്നു. ഫോൺ ഹാൻഡ് ഫ്രീ മോഡലാണെങ്കിൽ പോലും പരിസരം മറന്നുള്ള സംസാരം അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം. മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിഴ മാത്രമല്ല, ജയിൽ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുമുണ്ട്. വണ്ടി തടഞ്ഞു വെക്കാനും 1 വർഷത്തേക്ക് വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നിയമമുണ്ട്. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് നമ്മുടെ ചിന്തയെയും കാഴ്ചയെയും ബാധിക്കുകയും വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. മദ്യപിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. പകരം മറ്റേതെങ്കിലും യാത്രാമാർഗങ്ങൾ തേടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രൈവറെ നിയോഗിക്കുകയോ ചെയ്യുക. നിങ്ങൾ മൂലം മറ്റേതെങ്കിലും ആളുകൾക്ക് ദുരന്തങ്ങൾ വരുത്തി വെക്കാതിരിക്കുക. പാട്ട് കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ അത് ജീവന്റെ താളം തെറ്റിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നത് പലരുടെയും ശീലമാണ്. പാട്ട് കേൾക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും പാട്ട് മാറ്റുന്നതിനും മറ്റുമായി പ്ലെയറിലേക്ക് ശ്രദ്ധ പോകുന്നത് അപകട കാരണമാകാം. നമ്മുടെ കണ്ണുകൾ റോഡിൽ നിന്നും മാറുന്ന നിമിഷം വൻ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. വാഹനത്തിൽ കയറിയാൽ ഉടൻ സേഫ്റ്റി ബെൽറ്റ് ധരിക്കുക. ഡ്രൈവർ ആയാലും സഹയാത്രികരായാലും അതിൽ മടി കാണിക്കരുത്. അപകടമുണ്ടായാൽ തെറിച്ചു വീഴാതിരിക്കാനും അതുമൂലമുണ്ടാകാൻ ഇടയുള്ള ഗുരുതരമായ പരിക്കുകൾ ഒരു പരിധിവരെ തടയാനും സീറ്റ് ബെൽറ്റ് സഹായിക്കും. സഹയാത്രികരുടെ എണ്ണം നിയന്ത്രിക്കുക. ബൈക്കിലായാലും കാറിലായാലും മറ്റേത് വാഹനമായാലും ഓവർലോഡ് പ്രോത്സാഹിപ്പിക്കരുത്. വാഹനത്തിലെ ആളുകളെ കുത്തി നിറച്ചുള്ള യാത്രകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നതായി സമകാലിക അനുഭവങ്ങളിൽ വ്യക്തമാണ്. വാഹനത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം യാത്രക്കാരെ കയറ്റുക. കാലാവസ്ഥയെ അവഗണിച്ചുള്ള യാത്രകൾ ഒഴിവാക്കുക. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഡ്രൈവിംഗിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കനത്ത മഴയും കാറ്റുമുള്ള കാലാവസ്ഥയിൽ മാത്രമല്ല, മഞ്ഞുകാലത്തും രാത്രി സഞ്ചാരങ്ങൾ നിയന്ത്രിക്കണം. മഴക്കാലത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴാനും ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുമുള്ള സാധ്യതകൾ തള്ളിക്കളയരുത്. സേഫ്റ്റി റേറ്റിംഗ് വിലയിരുത്തി മാത്രം വാഹനങ്ങൾ വാങ്ങണം. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ സ്പോർട്സ് യൂട്ടിലിറ്റി കാറുകൾ പോലെ പുറമോടി നോക്കി തിരഞ്ഞെടുക്കാതെ സേഫ്റ്റി റേറ്റിംഗ് പരിശോധിച്ച് സുരക്ഷാ ഘടനകൾക്ക് മുൻതൂക്കം നൽകണം. ABS സുരക്ഷ, എയർ ബാഗുകൾ, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്റർ തുടങ്ങിയ സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപകടമുണ്ടായാലും അതിന്റെ ആഘാതം വളരെയേറെ കുറയ്ക്കാൻ സഹായിക്കും. ദൂരയാത്രകളിൽ ഡ്രൈവിംഗ് പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടുക. അത് ക്ഷീണമില്ലാതിരിക്കാനും അനായാസം ദൂരം പിന്നിടാനും സഹായിക്കും. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാത്ത ബോർഡുകൾ, വഴികൾ മറ്റും ഇവർക്ക് ശ്രദ്ധിക്കാനാകും. രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. രാത്രി 2 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ തലച്ചോർ വിശ്രമിക്കുന്ന സമയമാണിത്. രാത്രി യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നാൽ മതിയായ ഉറക്കം ലഭിച്ചിട്ട് മാത്രമേ പുറപ്പെടാവൂ. യാത്രാവേളയിൽ ഉറക്കം തോന്നിയാൽ വാഹനം ഒതുക്കി നിർത്തി കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വിശ്രമിച്ച് മാത്രം യാത്ര പുനരാരംഭിക്കുക. ഈ കാര്യങ്ങളിൽ ഒരു പരിധിവരെ ശ്രദ്ധ ചെലുത്തിയാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന തരത്തിലുള്ള അപകട വാർത്തകൾ ഒരു പരിധിവരെ കുറയ്ക്കാം. ഡ്രൈവിംഗ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക.